യുഎഇയിൽ പെട്രോളിന്റെ ചില്ലറ വിൽപ്പന വിലയിൽ ജൂലൈ 1 മുതൽ നേരിയ വർധന വരുത്താൻ തീരുമാനം. ഇപ്പോൾ ലിറ്ററിന് 1.75 ദിർഹം വിലയുള്ള സ്പെഷ്യൽ ഗ്രേഡ് പെട്രോളിന് 1.14% വില വർദ്ധിച്ച് 1.77 ദിർഹമാകും. സൂപ്പർ ഗ്രേഡ് പെട്രോളിന് 1.07% വില വർദ്ധിച്ച് ലിറ്ററിന് 1.88 ദിർഹമാകും. നിലവിൽ 1.86 ദിർഹമാണ് വില. ഡീസൽ വിലയിൽ 4% വർധനവുണ്ട്. നിലവിലെ 1.77 ദിർഹം എന്ന വില 1.85 ഉയരും. റംസാൻ വിശേഷങ്ങൾ. റംസാൻ നാളുകളിൽ ഗൾഫ് നാടുകളിലെ തൊഴിലാളികൾക്ക് നോമ്പു തുറക്കാൻ ഏറെ ആശ്വാസമാവുകയാണ് ഇഫ്താർ ടെന്റുകൾ. സ്വദേശികൾക്കൊപ്പം നിരവധി സ്ഥാപനങ്ങളും ഇഫ്താർ ടെന്റുകൾ ഒരുക്കുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക്. ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഇഫ്താർ ടെന്റുകൾ തൊഴിലാളികൾക്ക് വലിയ ആശ്വാസമാണ്. വിവിധ രാജ്യക്കാരായ ആയിരക്കണക്കിന് പേരാണ് ഇത്തരം ടെന്റുകളിൽ നോമ്പു തുറക്കാൻ എത്തുന്നത്. കാരുണ്യത്തിന്റെയും ദാനധർമാദികളുടെയും മാസമാണ് റംസാൻ. നോമ്പ് തുറക്കുന്നതോടൊപ്പം മറ്റുള്ളവരെ നോമ്പ് തുറപ്പിക്കുന്നതും ഏറെ പുണ്യമുള്ള കാര്യമാണ്. നോമ്പ് തുറക്കാൻ യുഎഇയിലെ വിവിധ സ്ഥലങ്ങളിൽ നിരവധി ഇഫ്താർ ടെന്റുകളുണ്ട്. ഇതിൽ ലേബർ ക്യാമ്പുകൾ കേന്ദ്രീകരിച്ചുള്ള അൽഖൂസിലെ ടെന്റ് ഏറെ ശ്രദ്ധേയമാണ്. അൽഖൂസിലെയും പരിസരത്തെയും തൊഴിലാളികളെ ഉദ്ദേശിച്ചൊരുക്കിയ ഈ ടെന്റിൽ ഒരേ സമയം 2500 പേർക്ക് നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. ഫ്രൂട്ട്സും ബിരിയാണിയും ജ്യൂസുമൊക്കെയായി സമൃദ്ധമായ നോമ്പുതുറ വിഭവങ്ങളാണ് ഇവിടെ നൽകുന്നത്. ഇത് നമ്മൾക്കും അവർ വളരെ സംതൃപ്തിയാണ്. ഈ ആളുകൾ വരുന്നു. വളരെ ദയനീയ മുഖമുള്ള ഇഫ്താർ അനുഭവിച്ചിട്ടുള്ള ഈ ലേബേഴ്സ് ക്ലാസ് അവിടെ വളരെ കഷ്ടപ്പെടുന്ന ആൾക്കാരാണെന്ന് നമുക്കറിയാം, എല്ലാവർക്കും അറിയാം. അപ്പോൾ അവരെ നമ്മൾ ഒരു ദിവസം നമ്മൾ ഇഫ്താർ അവർക്ക് കൊടുത്താൽ അതിൻ്റെ സംതൃപ്തി നമ്മൾക്കുണ്ട്, നമ്മളെ മാനേജ്മെന്റിനുണ്ട്. നോമ്പ് തുടങ്ങി ഇഫ്താർ 30 ദിവസം നമ്മളിത് സെർവ് ചെയ്യുന്നുണ്ട്. റംസാൻ മാസത്തിലെ എല്ലാ ദിവസങ്ങളിലും ഇവിടെ നോമ്പ് തുറക്കാനുള്ള സൗകര്യമുണ്ട്. ദുബായ് അൽഖൂസിലെ ഇഫ്താർ ടെന്റിൽ നിന്ന് ടി ജമാലുദ്ദീൻ. യുഎഇയിലെ സർക്കാർ ആശുപത്രികളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ ആയിരക്കണക്കിന് നഴ്സുമാരുടെ തൊഴിൽ സുരക്ഷ സംബന്ധിച്ച ആശങ്കകൾക്ക് പരിഹാരമായി. യുഎഇ ആരോഗ്യ വകുപ്പിന് കീഴിൽ ജോലി നേടണമെങ്കിൽ 3.5 വർഷത്തെ നഴ്സിംഗ് കോഴ്സ് പൂർത്തിയാക്കണമെന്ന നിയമമാണ് ആശങ്കകൾക്ക് വഴിവെച്ചത്. എന്നാൽ സർക്കാർ ആശുപത്രികളിൽ നിലവിൽ ജോലി ചെയ്യുന്ന നഴ്സുമാരെ ഈ നിർബന്ധിത നിയമത്തിൽ നിന്നും ഒഴിവാക്കിയതായി ഉത്തരവിറങ്ങി. ഇതനുസരിച്ച് ഇപ്പോൾ സർക്കാർ ആശുപത്രികളിൽ ജോലി തുടരുന്ന നഴ്സുമാർക്ക് 3 വർഷത്തെ കോഴ്സ് തന്നെയാണ് യോഗ്യതയെന്നും ഉത്തരവിലുണ്ട്. സൗദിയിൽ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പരിശോധന. 26,000 നിയമലംഘനം കണ്ടെത്തിയെന്ന് തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ 9 മാസത്തിനിടെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ നടത്തിയ പരിശോധനകളിൽ 26,000 നിയമലംഘനങ്ങൾ കണ്ടെത്തിയതായി സൗദി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രാലയം അറിയിച്ചു. 91 പരം പരിശോധനകളാണ് ഇക്കാലയളവിൽ നടത്തിയതെന്ന് സൗദി തൊഴിൽ മന്ത്രാലയം അണ്ടർ സെക്രട്ടറി ഡോക്ടർ ഫഹദ് ബിൻ അബ്ദുള്ള അൽ ഉബൈദി പറഞ്ഞു. വിദേശ തൊഴിലാളികൾ തൊഴിൽ പെർമിറ്റിൽ രേഖപ്പെടുത്തിയതിന് വിരുദ്ധമായ ജോലികളിൽ ഏർപ്പെടൽ, സ്വദേശികൾക്കു മാത്രമായി നിജപ്പെടുത്തിയ ജോലികളിൽ വിദേശികൾ ഏർപ്പെടൽ, തൊഴിലാളി സ്വന്തം സ്പോൺസർ അല്ലാതെ മറ്റൊരു സ്പോൺസറിനു കീഴിൽ ജോലി ചെയ്യൽ, സ്വന്തം ഉത്തരവാദിത്തത്തിൽ തൊഴിലാളി ജോലി ചെയ്യൽ തുടങ്ങിയ വിവിധ നിയമലംഘനങ്ങളാണ് തൊഴിൽ മന്ത്രാലയ ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനകളിൽ കണ്ടെത്തിയതെന്ന് മന്ത്രാലയം വ്യക്തമാക്കി. വനിതാ ഷോപ്പുകളിൽ നടത്തിയ പരിശോധനകളിലും നിരവധി നിയമലംഘനം കണ്ടെത്തിയതായും അദ്ദേഹം സൂചിപ്പിച്ചു. സൗദി തൊഴിൽ മേഖലയിൽ നിയമലംഘനങ്ങൾ ഒഴിവാക്കി മേഖല നിയമപരമാക്കുകയാണ് പരിശോധനയുടെ ലക്ഷ്യമെന്നും പരിശോധന തുടരുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ദമാം. പാത വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി വ്യാഴാഴ്ച മുതൽ ദുബായ് എയർപോർട്ട് റോഡിൽ 1 കിലോമീറ്റർ ദൂരം ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് RTA അറിയിച്ചു. 404 ദശലക്ഷം ദിർഹം ചെലവിൽ മറാക്കിഷ് എയർപോർട്ട് റോഡ് ജംഗ്ഷനിൽ 6 ലൈൻ ഫ്ലൈ ഓവറും 2 ലൈൻ അടിപ്പാതയുമാണ് നിർമ്മിക്കുന്നത്. ഇതോടെ ഈ ഭാഗത്തെ ഗതാഗത കുരുക്കിന് അറുതിയാകും. എല്ലാ പദ്ധതികളും 2017 അവസാനത്തോടെ പൂർത്തിയാകുമെന്ന് RTA അറിയിച്ചു. യുഎഇയിലെ വള്ളുവനാട് നിവാസികളുടെ കൂട്ടായ്മയായ വള്ളുവനാട് സുഹൃത്ത് സംഗമം ഇഫ്താർ സംഗമം നടത്തി. കിസൈസിൽ നടന്ന സംഗമത്തിൽ നിരവധി പേർ പങ്കെടുത്തു. നവാസ് പട്ടാമ്പി, മനാഫ് എന്നിവർ നേതൃത്വം നൽകി. കിഴക്കൻ പ്രവിശ്യയിലെ പ്രമുഖ ക്ലബായ ഖാലിദിയ സ്പോർട്സ് ക്ലബിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. ഇഫ്താർ മീറ്റിനോടനുബന്ധിച്ച് നടത്തിയ ജനറൽ ബോഡിയിലാണ് ക്ലബിന്റെ 2016-2017 വർഷത്തേക്കുള്ള ഭാരവാഹികളെ തെരഞ്ഞെടുത്തത്. പ്രസിഡന്റായി ആബിദ് അലി കരങ്ങാടനെയും സെക്രട്ടറിയായി ഫൈസൽ പാച്ചു ചേറ്റുവെയും ട്രഷററായി മൻസൂർ മങ്കടയെയും തെരഞ്ഞെടുത്തു. പ്രവാസി തൊഴിലാളികളുടെ സൗഹൃദ കൂട്ടായ്മയിൽ നവയുഗം സാംസ്കാരിക വേദി ഖദാറിയ ഈസ്റ്റ് യൂണിറ്റ് ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു. ദമാം
ഖദാറിയയിൽ നടന്ന ഇഫ്താറിൽ നവയുഗം കേന്ദ്ര കമ്മിറ്റി പ്രസിഡന്റ് KR അജിത്, ജനറൽ സെക്രട്ടറി അബ്ദുൽ വാഹിദ്, രക്ഷാധികാരി ഉണ്ണി പൂച്ചെടിയിൽ, കേന്ദ്ര കമ്മിറ്റി നേതാക്കളായ ലീന ഉണ്ണികൃഷ്ണൻ, അരുൺ ചാത്തന്നൂർ എന്നിവർ സംസാരിച്ചു. ദമാം ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂളിലെ രക്ഷിതാക്കളുടെ കൂട്ടായ്മയായ ഡിസ്പാക് ജൂൺ 3 ടോപ്പേഴ്സ് അവാർഡിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പ്രമുഖ വിദ്യാഭ്യാസ സാമൂഹിക കൌൺസിലർ ഡോക്ടർ രജിത് കുമാറിന്റെ റിയാലിറ്റി ഷോ പരിപാടി ഉൾക്കൊള്ളിച്ച് CD പുറത്തിറക്കി. ഗ്രാൻഡ് മാർട്ട് ഹൈപ്പർ മാർക്കറ്റ് നടന്ന ഡിസ്പാക് പ്രസിഡന്റ് നജീം ബഷീറിൽ നിന്നും ആദ്യ കോപ്പി ഏറ്റുവാങ്ങി ഗ്രാൻഡ് മാർട്ട് സ്റ്റോർ മാനേജർ അബ്ദുൽ സലാം പ്രകാശനം നിർവഹിച്ചു. തുടർന്ന് രക്ഷിതാക്കളായ VM അർഷദ്, ഹസൻ കോയ എന്നിവരും CD-യുടെ ആദ്യ കോപ്പി ഏറ്റുവാങ്ങി. ഈദുൽ ഫിത്തർ പ്രമാണിച്ച് UAE-ലെ സ്വകാര്യ മേഖലയിൽ 2 ദിവസത്തെ അവധി പ്രഖ്യാപിച്ചു. ഷവ്വാൽ 1, 2 തീയതികളിലാണ് അവധി. ഷവ്വാൽ 1, 2 ജൂലൈ 6, 7 തീയതികളിലായിരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പൊതുമേഖലയിൽ ജൂലൈ 3 മുതൽ 10 വരെ നേരത്തെ അവധി നൽകിയിരുന്നു. പുണ്യമാസത്തിൽ കാരുണ്യത്തിന്റെ തൂവൽ സ്പർശവുമായി നവയുഗം സാംസ്കാരിക വേദിയുടെ വനിതാ വേദി ഗ്രാൻഡ് ഹൈപ്പർ മാർക്കറ്റിന്റെ സഹായത്തോടെ വനിതാ അഭയകേന്ദ്രത്തിലെ അശരണരായ സഹോദരിമാർക്ക് റമദാൻ കിറ്റുകൾ വിതരണം ചെയ്തു. നവയുഗം ജീവകാരുണ്യ പ്രവർത്തക മഞ്ജു മണിക്കുട്ടന്റെ നേതൃത്വത്തിലാണ് നവയുഗം വനിതാ വേദി പ്രവർത്തകർ തർഹീലിൽ എത്തിയത്. കുവൈറ്റിലെ പണി തീർന്നു വരുന്ന അൽജാബർ സൂപ്പർ സ്പെഷ്യാലിറ്റി മെഗാ ആശുപത്രിയിൽ ചികിത്സ സ്വദേശികൾക്ക് മാത്രമായി നിജപ്പെടുത്തിയിരിക്കുന്നു എന്ന് കുവൈറ്റിലെ ആരോഗ്യ വകുപ്പ് മന്ത്രി ഡോക്ടർ അലി അൽ ഒബൈദി അറിയിച്ചു. 2009 പണി ആരംഭിച്ച 1168 കിടക്കകളുള്ള ആശുപത്രി അധികം താമസിക്കാതെ പ്രവർത്തനം ആരംഭിക്കും. മധ്യപൂർവ്വ പ്രദേശത്ത് തന്നെ വലിയ ആശുപത്രി സമുച്ചയമാണ് അൽജാബർ ആശുപത്രി. വാർത്തകളിലേക്ക്. ഇരുചക്ര വാഹനക്കാർ ഹെൽമറ്റ് ധരിക്കാതെ ഇനി മുതൽ പെട്രോൾ നൽകില്ലെന്ന് ഗതാഗത കമ്മീഷണർ ടോമിൻ ജെ തച്ചങ്കരി. ആദ്യഘട്ടമായി തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട് നഗരങ്ങളിൽ നടപ്പാക്കും. ഇത് സംബന്ധിച്ച് ഇന്ധന കമ്പനികൾക്കും പെട്രോൾ പമ്പുകൾക്കും നിർദ്ദേശം നൽകും. ഓഗസ്റ്റ് 1 മുതൽ നടപ്പാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. തിരുവനന്തപുരം, എറണാകുളം, കോഴിക്കോട് കോർപ്പറേഷനുകളിലെ പെട്രോൾ പമ്പുകളിൽ നിന്നും ഇന്ധനം നിറയ്ക്കുന്നതിനെത്തുന്ന ഇരുചക്ര വാഹന ഡ്രൈവർമാർക്കാണ് ഹെൽമറ്റ് ധരിച്ചില്ലെങ്കിൽ ഇന്ധനം നൽകേണ്ട എന്ന ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഓഗസ്റ്റ് 1 മുതൽ ഈ തീരുമാനം കർശനമായി നടപ്പാക്കും. ഇരുചക്ര വാഹനങ്ങളിൽ ഹെൽമറ്റ് ധരിക്കാത്തത് കാരണം കഴിഞ്ഞ വർഷം അപകട മരണങ്ങൾ ക്രമാതീതമായി കൂടിയതിനാലാണ് ഈ നടപടിയെടുക്കാൻ തീരുമാനിച്ചതെന്നും ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടോമിൻ തച്ചങ്കരി വ്യക്തമാക്കി. ഇരുചക്ര വാഹനങ്ങൾ അവിടെ ഇന്ധനം നിറയ്ക്കാൻ വരുമ്പോൾ വാഹനത്തിലെ ഡ്രൈവർക്ക് ഹെൽമറ്റ് ഇല്ല എങ്കിൽ ഇന്ധനം നിഷേധിക്കുവാനുള്ള കൊടുക്കരുത് എന്നാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അത് അവർ അംഗീകരിക്കുകയും ചെയ്തു. തീരുമാനത്തിന്റെ ഭാഗമായി പമ്പുകളിൽ ക്യാമറകൾ സ്ഥാപിക്കാനും നിർദ്ദേശമുണ്ട്. പെട്രോൾ നൽകാത്തതിന്റെ പേരിൽ പമ്പുകളിൽ പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായി ചേർന്ന് നടപടി സ്വീകരിക്കും. കൂടാതെ പമ്പുകളിൽ ഹെൽമറ്റ് ധരിക്കാതെ വാഹനവുമായി എത്തുന്നവർക്ക് വലിയ തുക പിഴയായും ഈടാക്കാനും മോട്ടോർ വാഹന വകുപ്പ് തീരുമാനിച്ചിരിക്കുകയാണ്. അതേസമയം ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് അപ്രായോഗികമാണെങ്കിൽ അത് പുനഃപരിശോധിക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. പെട്രോൾ പമ്പിൽ ഹെൽമെറ്റ് ഇല്ലാത്തവർക്ക് ഇന്ധനം കൊടുക്കാൻ പാടില്ല എന്ന ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല. ആ കാര്യത്തിൽ യാത്രക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രയാസമുണ്ടെങ്കിൽ ഇതിൽ അപാകതകൾ പരിഹരിക്കുന്നതിന് ഗവൺമെന്റ് സന്നദ്ധമാണ്. ആദ്യഘട്ടത്തിൽ 3 പ്രധാന നഗരങ്ങളിൽ നടപ്പാക്കുന്ന സംവിധാനം തുടർന്ന് സംസ്ഥാനത്ത് ഉടനീളം പ്രാബല്യത്തിലാക്കാനാണ് തീരുമാനം. ഇനി മുതൽ ഹെൽമറ്റ് ധരിക്കാതെ ഇത്തരത്തിൽ ഇരുചക്ര വാഹനങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ പമ്പുകളിൽ നിന്ന് പെട്രോൾ ലഭിക്കുകയില്ല. ഉത്തരവ് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പുറത്തിറക്കുകയാണ്. ക്യാമറാമാൻ ബിച്ചു പൂവച്ചലിനൊപ്പം സുനിൽ അരിമാനൂർ. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി സംബന്ധിച്ച ധവളപത്രത്തിന്റെ കരടിന് മന്ത്രിസഭ അംഗീകാരം നൽകി. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഘടന തീരുമാനിക്കാൻ ചീഫ് സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി. ഇരട്ട പദവി വിഷയവും ചീഫ് സെക്രട്ടറി പരിശോധിക്കും. അന്തരിച്ച മാധ്യമപ്രവർത്തകൻ സനിൽ ഫിലിപ്പിന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായം നൽകാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഭരണപരിഷ്കാര കമ്മീഷന്റെ ഘടന തീരുമാനിക്കാനും ചെയർമാൻ സ്ഥാനം ഇരട്ട പദവിയുടെ ഭാഗമാകുമോ എന്ന നിയമപ്രശ്നത്തെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനുമാണ് മന്ത്രിസഭാ യോഗം ചീഫ് സെക്രട്ടറി MS വിജയാനന്ദനെ ചുമതലപ്പെടുത്തിയത്. സംസ്ഥാനത്തിന്റെ ധനസ്ഥിതി സംബന്ധിച്ച ധവളപത്രത്തിന്റെ കരട് മന്ത്രിസഭാ യോഗം അംഗീകരിച്ചു. ധവളപത്രം നിയമസഭയിൽ വെക്കാനും മന്ത്രിസഭാ യോഗം അനുമതി നൽകി. കോടതി വിധിയെ തുടർന്ന് അടച്ചുപൂട്ടപ്പെട്ട മലാപ്പറമ്പ്, പാലോട്ട്, വെല്ലൂർ, മരങ്ങാട്ടുപുറി എന്നീ സ്കൂളുകൾ ഏറ്റെടുക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അഡ്വക്കേറ്റ് G പ്രകാശിനെ സുപ്രീം കോടതിയിലെ സ്റ്റാൻഡിംഗ് കൗൺസിലായി നിയമിക്കും.
മലപ്പുറം പാലച്ചിറമേട് വാഹനാപകടത്തിൽ മരിച്ചവർക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും നൽകും. കരമന ദേശീയപാതയിലെ കുഴിയിൽ വീണ് മരിച്ച പ്രകാശിന്റെ ഭാര്യയ്ക്ക് ജോലിയും 5 ലക്ഷം രൂപ ധനസഹായവും അനുവദിക്കും. അപകടത്തിൽ മരിച്ച മാധ്യമപ്രവർത്തകൻ സനൽ ഫിലിപ്പിന്റെ കുടുംബത്തിന് 2 ലക്ഷം രൂപ നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. നെടുമങ്ങാട് സ്വദേശി രാജന്റെ മകൻ ലിനു രാജന്റെ കരൾമാറ്റ ശസ്ത്രക്രിയയ്ക്ക് 5 ലക്ഷം രൂപ നൽകും. മുൻ MLA KC കുഞ്ഞിരാമന്റെ ചികിത്സാ ചെലവ് പൂർണ്ണമായും സംസ്ഥാന സർക്കാർ വഹിക്കും. സർക്കാരിന് കീഴിലെ കമ്പനി, ബോർഡ്, കോർപ്പറേഷൻ എന്നിവയിലെ അനൌദ്യോഗിക അംഗങ്ങളെ പിൻവലിക്കാനും മന്ത്രിസഭായോഗം തീരുമാനിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ 7ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ ശുപാർശ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചു. 23% വർധനവോടെയാണ് ശുപാർശയ്ക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകിയിരിക്കുന്നത്. പെൻഷൻ 24% വർദ്ധിപ്പിച്ചു. 2016 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെയാണ് ശമ്പള വർധനവ് നടപ്പാക്കുക. ശമ്പള വർധനവ് നടപ്പാക്കിയതോടെ 1.02 ലക്ഷം കോടി രൂപയുടെ അധിക ബാധ്യതയാണ് സർക്കാർ ഖജനാവിന് ഉണ്ടാവുക. ജനുവരി 1 മുതലുള്ള മുൻകാല പ്രാബല്യത്തോടെ ജസ്റ്റിസ് മാത്തൂർ അധ്യക്ഷനായ ശമ്പള കമ്മീഷൻ റിപ്പോർട്ടിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകാരം നൽകിയതോടെ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ ശമ്പളം 3 ഇരട്ടി വർദ്ധിച്ചു. ശരാശരി 23.6% വർധനവ് വരുത്തിയാണ് ശമ്പളം പരിഷ്കരിച്ചത്. അടിസ്ഥാന ശമ്പളത്തിൽ 14.27% വർധനവുണ്ടാകും. മറ്റ് അലവൻസുകൾ കൂടി ചേർത്ത് 23.55% വർധനവാണ് ഉണ്ടാവുക. പെൻഷൻ തുകയിൽ 24% വർധനവാണ് ഉണ്ടാവുന്നത്. ഗ്രാറ്റുവിറ്റി പരിധിയും ഉയർത്തി. ഇതോടെ കുറഞ്ഞ അടിസ്ഥാന ശമ്പളം 7,000 രൂപയിൽ നിന്ന് 18,000 രൂപയായി ഉയരും. സൈന്യത്തിലെ ശിപ്പായിയുടെ ശമ്പളം 8,460 രൂപയിൽ നിന്ന് 21,700 രൂപയായി വർദ്ധിച്ചു. കേന്ദ്ര ക്യാബിനറ്റ് സെക്രട്ടറിയുടെ ശമ്പളം 2.25 ലക്ഷമായി ഉയർന്നു. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് പലിശരഹിത വാഹന വായ്പയും ആരോഗ്യ ഇൻഷുറൻസും ഉടൻ നടപ്പിലാക്കും. ഇതിനായി 70,000 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നതെന്ന് കേന്ദ്ര ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി അറിയിച്ചു. 48 ലക്ഷം കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും 52 ലക്ഷം പെൻഷൻകാർക്കും ഇതിന്റെ പ്രയോജനം ലഭിക്കും. ശമ്പള പരിഷ്കരണം നടപ്പാക്കുന്നതോടെ 1.02 ലക്ഷം കോടി രൂപയുടെ നഷ്ടമാണ് സർക്കാർ ഖജനാവിനുണ്ടാവുന്നത്. നിശ്ചിത ധനക്കമ്മി 3.9% നിന്ന് വീണ്ടും ഉയരും. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. മലപ്പുറം മങ്കടയിൽ സദാചാര കൊലക്കേസിൽ കസ്റ്റഡിയിലുള്ള 4 പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തി. അബ്ദുൾ ഗഫൂർ, അബ്ദുൾ നാസർ, ഷറഫുദ്ദീൻ, ഷഫീഖ് എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. 4 പേരും ലീഗ് പ്രവർത്തകരാണ്. അതേസമയം കൊലയ്ക്ക് പിന്നിൽ രാഷ്ട്രീയ പകപോക്കലാണെന്ന ആരോപണം ശക്തമാണ്. കൊലപാതകത്തിൽ നേരിട്ടു പങ്കുള്ള ഭർതൃ സഹോദരൻ അബ്ദുൾ ഗഫൂറാണ് 1ാം പ്രതി. അബ്ദുൾ നാസർ, ഷഫീഖ്, ഷറഫുദ്ദീൻ എന്നിവരാണ് മറ്റു പ്രതികൾ. 2 പേർ കൂടി പോലീസ് കസ്റ്റഡിയിൽ ഉണ്ടെന്നാണ് സൂചന. അതേസമയം കൊലപാതകത്തിൽ നേരിട്ടു പങ്കുള്ള 2 പേർ ഒളിവിലാണ്. ഇവർ കർണാടകയിലേക്ക് കടന്നുവെന്നാണ് കരുതുന്നത്. ഇവർക്കായി തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ ഒറ്റയ്ക്ക് താമസിക്കുന്ന വീട്ടിൽ സന്ദർശിച്ചതിന് തിങ്കളാഴ്ച രാത്രിയാണ് സംഘം കുന്നശ്ശേരി നസീറിനെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. പിടിയിലായവരെല്ലാം സ്ത്രീയുടെ ബന്ധുക്കളും അയൽവാസികളുമാണ്. കൊലപാതകം, ആയുധം കൈവശം വയ്ക്കൽ, വീടുകയറി അക്രമം തുടങ്ങി വിവിധ വകുപ്പുകൾ പ്രതികളുടെ മേൽ ചുമത്തിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. കർണാടക പോലീസിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്ന് റാഗിങ്ങിനിരയായ അശ്വതിയുടെ കുടുംബം. അശ്വതി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചതാണെന്നുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി അന്വേഷണ സമിതി റിപ്പോർട്ട് വാസ്തവ വിരുദ്ധമാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിൾ ടിവിയോട് പറഞ്ഞു. ദളിത് വിദ്യാർത്ഥിനി അശ്വതിയെ ക്രൂരമായി റാഗ് ചെയ്ത സംഭവത്തിൽ കൽബുർഗി അൽഖമർ കോളേജിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള രാജീവ് ഗാന്ധി സർവകലാശാല അന്വേഷണ കമ്മീഷണർ റിപ്പോർട്ട് പൂർണ്ണമായും തെറ്റാണെന്ന് അശ്വതിയുടെ ബന്ധുക്കൾ പറഞ്ഞു. ആത്മഹത്യക്ക് ശ്രമിക്കേണ്ട യാതൊരു സാഹചര്യവും അശ്വതിക്കില്ല. അശ്വതിയെ സീനിയർ വിദ്യാർത്ഥിനികൾ ക്രൂരമായി പീഡിപ്പിച്ചതാണ്. യൂണിവേഴ്സിറ്റി അധികൃതരുടെ നിലപാട് സംശയാസ്പദമാണെന്നും തങ്ങൾക്ക് നീതി നിഷേധിക്കപ്പെടുകയാണെന്നും അശ്വതിയുടെ അമ്മാവൻ ചന്ദ്രൻ പീപ്പിളിനോട് പറഞ്ഞു. നമുക്ക് നീതി നിഷേധിക്കപ്പെട്ടു പോവില്ലേ എന്നുള്ളൊരു തോന്നലിലേക്കാണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ കുട്ടിക്ക് എത്താനത്തെ ഇങ്ങനത്തെ ഒരു സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെ കുട്ടി ഈ രൂപത്തിൽ ഇപ്പോഴും ഒരു വെള്ളം പോലും കഴിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇപ്പോഴും കടന്നുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്തും ഞങ്ങളെ ഈ രൂപത്തിലുള്ള വേദനിപ്പിക്കുമെന്നാണ് നമുക്ക് സഹിക്കാൻ തീരെ കഴിയാത്തത്. കർണാടക പോലീസ് സംഘത്തിന്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. ഉന്നതർ ഇടപെട്ട് കേസ് അട്ടിമറിക്കുമോ എന്ന് ആശങ്കയുണ്ടെന്നും ചന്ദ്രൻ പറഞ്ഞു. ഇനിയും അതിൻ്റെതായിട്ടുള്ള കുട്ടിയുടെ മൊഴിയുടെ അനുസരിച്ച് ഇപ്പോഴും ഒരു കുട്ടിയെ നമ്മൾ കിട്ടുന്നില്ല. ഇവരൊക്കെ ആദ്യം ഒന്ന് പിടിച്ചൊതുക്കണ്ടേ. കർണാടക പോലീസ് ഇവിടെ വന്ന് അതിൻ്റെ ഇപ്പോഴും ആ കുട്ടിനെ കിട്ടിയിട്ടില്ല എന്നുള്ള നമുക്ക് വിവരം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിലൊക്കെയാണ് ആശങ്കയുള്ളത് അതിൻ്റെ അന്വേഷണത്തിൽ. അശ്വതി ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിലായിട്ട് ആഴ്ചകളായെങ്കിലും ഇതുവരെയും കോളേജ് അധികൃതർ തിരിഞ്ഞു നോക്കിയില്ലെന്നും ബന്ധുക്കൾ പറയുന്നു. PV കുട്ടൻ, കോഴിക്കോട്. വാർത്തകളിലേക്ക്. പ്രശസ്ത ചിത്രകാരൻ KG സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 92 വയസ്സായിരുന്നു. ബറോഡയിലായിരുന്നു അന്ത്യം. കൂത്തുപറമ്പ് സ്വദേശിയായ സുബ്രഹ്മണ്യനെ രാജ്യം പത്മഭൂഷണും പത്മവിഭൂഷണും നൽകി ആദരിച്ചിട്ടുണ്ട്.
ചിത്രകാരനായും ശില്പിയായും കലാധ്യാപകനായും പതിറ്റാണ്ടുകളോളം സജീവമായിരുന്നു കെ.ജി. സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ ആധുനിക ചിത്രകലയ്ക്ക് ഇന്ന് കാണുന്ന നിറവും ജീവനും പകർന്നു നൽകിയത് അദ്ദേഹമാണ്. ഇന്ത്യൻ കലാരംഗത്തിന് നൽകിയ വിലപ്പെട്ട സംഭാവനകൾ മാനിച്ച് രാജ്യം പത്മവിഭൂഷണും പത്മഭൂഷണും പത്മശ്രീയും നൽകി അദ്ദേഹത്തെ ആദരിച്ചു. കാളിദാസ സമ്മാനവും ലഭിച്ചിട്ടുണ്ട്. 1924 കണ്ണൂർ കൂത്തുപറമ്പിൽ ജനിച്ച സുബ്രഹ്മണ്യൻ മദ്രാസ് പ്രസിഡൻസി കോളേജിലെ വിദ്യാഭ്യാസ കാലത്ത് തന്നെ സ്വാതന്ത്ര്യ സമരത്തിലും സജീവമായിരുന്നു. ജയിൽവാസം അനുഭവിച്ച സുബ്രഹ്മണ്യത്തിന് കോളേജുകളിൽ നിന്ന് വിലക്ക് ഏർപ്പെടുത്തുക വരെ ചെയ്തിരുന്നു അന്നത്തെ ബ്രിട്ടീഷ് സർക്കാർ. ശാന്തിനികേതനിൽ നടത്തിയ ഒരു സന്ദർശനമാണ് സുബ്രഹ്മണ്യന്റെ കലാജീവിതത്തെ മാറ്റിമറിച്ചത്. വിശ്വഭാരതി സർവകലാശാലയിൽ കലാപഠനത്തിന് ചേർന്ന സുബ്രഹ്മണ്യൻ നന്ദലാൽ ബോസ്, ബിഹാരി മുഖർജി, രാംകിങ്കർ ബൈജ് എന്നീ പ്രശസ്തരായ ഗുരുക്കന്മാരുടെ ശിക്ഷണത്തിൽ തന്നെ തന്റെ പ്രതിഭയെ ചായം തേച്ച് മിനുക്കിയെടുത്തു. ബ്രിട്ടീഷ് കൗൺസിൽ സ്കോളർഷിപ്പിൽ ലണ്ടനിലെ പ്രശസ്തമായ സ്ലേഡ് സ്കൂൾ ഓഫ് ആർട്സിലും പഠിച്ചിട്ടുണ്ട്. കുറച്ചുകാലം ന്യൂയോർക്കിൽ റോക്ക്ഫെല്ലർ ഫെലോയിലായിരുന്ന സുബ്രഹ്മണ്യൻ പിന്നീട് വിശ്വഭാരതി സർവകലാശാലയിലെ കലാഭവനിൽ അധ്യാപകനായി ചേർന്നു. ദി ബട്ടർഫ്ലൈ ആൻഡ് ദ ക്രിക്കറ്റ്, എ സമ്മറി സ്റ്റോറി, ദി ടെയിൽ ഓഫ് ദി ടോക്കിംഗ് ഫേസ് എന്നിവയാണ് കെ.ജി. സുബ്രഹ്മണ്യത്തിന്റെ പ്രധാന പുസ്തകങ്ങൾ. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ഇന്ത്യൻ ചിത്രകലാരംഗത്തെ എക്കാലത്തെയും അതുല്യ പ്രതിഭയായ കെ.ജി. സുബ്രഹ്മണ്യത്തിന്റെ വിയോഗം വലിയ നഷ്ടമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി പറഞ്ഞു. മതേതരത്വത്തിനു വേണ്ടി ശക്തമായി നിലകൊണ്ട ജീവിതമായിരുന്നു കെ.ജി. സുബ്രഹ്മണ്യത്തിന്റേതെന്നും അദ്ദേഹം അനുസ്മരിച്ചു. കെ.ജി. സുബ്രഹ്മണ്യന്റെ വേർപാട്, അദ്ദേഹം 92 വയസ്സിലാണ്, ഒരു പൂർണ്ണ ജീവിതത്തിന് ശേഷമാണ് മരിക്കുന്നതെങ്കിൽ പോലും നമുക്ക് പൊരുത്തപ്പെടാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു നഷ്ടമാണ്. വർഗീയതയ്ക്കെതിരായി മതേതരത്വത്തിൻ്റെ കരുത്തുറ്റ ഒരു കാവലാളായിരുന്നു KGS എക്കാലവും എന്നുള്ളത് പ്രത്യേകം ഇപ്പോൾ ഓർമ്മിക്കുന്നത് പ്രസക്തമാണ്. തലാഖിന് ഭരണഘടനാ സാധുതയുണ്ടോ എന്ന് സുപ്രീം കോടതി. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും വിശദീകരണം തേടി. മുസ്ലിം വനിതാ സംഘടനകൾ ഉൾപ്പെടെയുള്ളവർ തലാഖിനെതിരെ നൽകിയ ഹർജികൾ പരിഗണിക്കവെയാണ് തലാഖിന്റെ നിയമസാധുതയിൽ സുപ്രീം കോടതി സുപ്രധാന നിരീക്ഷണങ്ങൾ നടത്തിയത്. 3 തവണ തലാഖ് ചൊല്ലിയുള്ള വിവാഹ മോചന രീതിയുടെ ഭരണഘടനാപരമായ സാധുതകൾ പരിശോധിക്കേണ്ടതുണ്ടെന്ന് ചീഫ് ജസ്റ്റിസ് TS ഠാക്കൂറിന്റെ ബെഞ്ച് വ്യക്തമാക്കി. 3 തവണ തലാഖ് ചൊല്ലിയാൽ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന ഇസ്ലാമിക നിയമരീതി മൗലികാവകാശ ലംഘനമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും കോടതി നിരീക്ഷിച്ചു. ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനോടും മുസ്ലിം വ്യക്തി നിയമ ബോർഡിനോടും സുപ്രീം കോടതി വിശദീകരണം തേടി. ഇസ്ലാമിക നിയമം അനുസരിച്ച് 3 തവണ തലാഖ് ചൊല്ലി പുരുഷനെ ഭാര്യയെ ഉപേക്ഷിക്കാമെന്ന രീതിയിൽ മാറ്റം വരുത്താനാകില്ലെന്നാണ് നിലവിൽ മുസ്ലിം വ്യക്തി നിയമ ബോർഡിന്റെ നിലപാട്. നേരത്തെ മുസ്ലിം വ്യക്തി നിയമത്തിലെ നിക്കാഹ് ഹലാല, ബഹുഭാര്യാത്വം എന്നിവയിൽ സുപ്രീം കോടതി കേന്ദ്ര സർക്കാരിന്റെ വിശദീകരണം തേടിയിരുന്നു. മനുശങ്കർ, ന്യൂസ് ബ്യൂറോ, ദില്ലി. കടകൾക്കും ഷോപ്പിംഗ് മാളുകൾക്കും 24 മണിക്കൂറും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി നൽകുന്ന മാതൃകാ നിയമത്തിന് കേന്ദ്ര മന്ത്രിസഭാ യോഗം അംഗീകാരം നൽകി. നിയമപ്രകാരം ഇത്തരം സ്ഥാപനങ്ങൾക്ക് വർഷത്തിൽ 365 ദിവസവും തുറന്നു പ്രവർത്തിക്കാൻ അനുമതി ഉണ്ടാകും. ഇതുവഴി കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൽ. 10ൽ കൂടുതൽ ജീവനക്കാരുള്ള കടകൾ, റെസ്റ്റോറന്റുകൾ, ഷോപ്പിംഗ് മാളുകൾ എന്നിവയാണ് നിയമത്തിന്റെ പരിധിയിൽ വരുന്നത്. കടയുടമകൾക്ക് സൗകര്യം അനുസരിച്ച് സ്ഥാപനങ്ങൾ തുറക്കുകയും അടക്കുകയും ചെയ്യാം. സ്ഥാപനങ്ങൾക്ക് പ്രവർത്തന സമയപരിധി ഉണ്ടാകില്ല. മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കി വനിതാ ജീവനക്കാരെ രാത്രി ഷിഫ്റ്റുകളിൽ നിയോഗിക്കാം. കേന്ദ്ര തൊഴിൽ മന്ത്രാലയമാണ് നിയമം തയ്യാറാക്കിയത്. മാതൃകാ നിയമമായതിനാൽ ഇതിന് പാർലമെന്റിന്റെ അംഗീകാരം ആവശ്യമില്ല. സംസ്ഥാനങ്ങളാണ് ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരണമോ എന്ന കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത്. നിലവിൽ സ്ഥാപനങ്ങളുടെ പ്രവർത്തന സമയം സംബന്ധിച്ച് വ്യത്യസ്ത സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ നിയമങ്ങളും ചട്ടങ്ങളുമാണുള്ളത്. കൂടുതൽ സമയം തുറന്നിരിക്കാൻ സ്ഥാപനങ്ങൾക്ക് അനുമതി ലഭിക്കുക വഴി തൊഴിലവസരങ്ങൾ വർദ്ധിക്കുമെന്നാണ് കേന്ദ്ര സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ബ്യൂറോ, ദില്ലി.